മാളു അയാളെക്കുറിച്ച് നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? എന്ത് സംസാരിക്കാൻ? മാളു ഇപ്പൊ അതൊന്നും സംസാരിക്കാനുള്ളൊരു മൂഡിലല്ല. നമ്മുടെ മുന്നിൽ അവൾ ഓക്കെ ആയി നടിക്കുക. ശരിക്കും അവളൊന്നും സെറ്റിലായിട്ടില്ല. അതും ശരിയാ. ഇപ്പോഴത്തെ അവളുടെ മനസ്സെന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ജോബിൻ പിന്നെ മാളുവിനെ വിളിക്കുകയോ മറ്റോ ചെയ്തു അപ്പു? ഇല്ല. അയാൾ എങ്ങോട്ടാ പോയെന്നറിയോ? ഇല്ലമ്മേ. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഡോക്ടർ അയാളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയെന്ന് ത്രേസ്യാമ്മച്ചി പറഞ്ഞു. പിന്നീട് ആളെക്കുറിച്ച് ഒരു വിവരമില്ല. ഡെയ്സി ഇപ്പോഴും മോനോട് പിണങ്ങിട്ടാണോ അപ്പു? അതെ. ശേ, അമ്മയും മോനും ഇങ്ങനെ ആയാലും എങ്ങനാ? എല്ലാത്തിനും ഒരു തീരുമാനമാവണ്ടേ? അതിനിപ്പോ നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ ഗീത. മാത്രമല്ല, ഇപ്പൊ അതിനേക്കാൾ പ്രധാനം മാളുവിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പു പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കോംപ്രമൈസിനേക്കാൾ ആവശ്യം അതാണ്. അറ്റ്ലീസ്റ്റ് നാളെ അതിനൊരു ശ്രമം ഉണ്ടാവുമ്പോ രണ്ടുപേരും അഭിമുഖമായിരുന്ന് സംസാരിക്കാനുള്ള ഒരു മനോധൈര്യമെങ്കിലും മാളുവിനുണ്ടാവണ്ടേ? അതൊക്കെ എല്ലാം ശരിയായി വരും. 2-3 ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇനി ജോബിൻ മറ്റേ കുട്ടിയായിട്ട് ഇവിടം വിട്ടെങ്ങാനും, എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. VP പറഞ്ഞതുപോലെ വരും വരായികളെ കുറിച്ചൊന്നും അല്ലല്ലോ ഇവരൊന്നും ആദ്യം ആലോചിക്കുന്നത്. വാശി വിജയിക്കാന്ന് മാത്രമേ ചിന്തിക്കുന്നുണ്ടാവൂ. ഏയ്, അങ്ങനെ ഒരു മണ്ടത്തരം അയാൾ കാണിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. എന്താ അപ്പൂന്റെ അഭിപ്രായം? ഞാനിപ്പോ എന്ത് പറയാനാ VP? ആരോടൊപ്പം ജീവിക്കണമെന്നൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. മാളുവിനേക്കാൾ നല്ല കമ്പാനിയൻഷിപ്പാണ് ഡോക്ടർ അലീനയുമായിട്ടുള്ളത് എന്ന് തോന്നിയിട്ടാവുമല്ലോ ഡോക്ടർ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. എല്ലാവരും ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അമ്മ പറഞ്ഞ പോലെ ഒരു ഓപ്ഷൻ അയാൾക്ക് തോന്നിക്കൂടുന്നില്ലല്ലോ. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ ഒരു ചിന്ത ജോബിന്റെ മനസ്സിലുണ്ടെങ്കിൽ അയാളെ പറഞ്ഞു തിരുത്തി മാളുവിന്റെയും ഡെയ്സിയുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ മതിയോ VP? അയാളോട് മനസ്സ് വയ്ക്കണ്ടേ? പിന്നെ ഡെയ്സിയും സ്വന്തം വാശി ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അതിനൊക്കെ ഡെയ്സി തയ്യാറാവും, സമയമെടുക്കുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ പയ്യൻ അബദ്ധമൊന്നും കാണിക്കരുതെന്നേ ഉള്ളൂ. അപ്പോ ആ ലേഡി ഡോക്ടർ താമസിക്കുന്നത് എവിടെയെന്നറിയോ? എനിക്കറിയില്ല, മാളുവിനറിയാൻ തോന്നുന്നു. എങ്കിൽ ഇനി പോകുമ്പോ നീ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അവരെ കണ്ട ജോബിനോടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയേക്കും. VP ജോബിനെ കാണുന്നതിന് മുമ്പ് ഡെയ്സി ആന്റിയായിട്ട് സംസാരിക്കണം, എന്നിട്ട് മതി. അതെന്തായാലും സംസാരിക്കാം. കേട്ടാപ്പോ, നീ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി മുൻകൈ എടുത്ത് ഈ പ്രശ്നം ഒന്ന് ഒത്തുതീർപ്പിലാക്കണം. തൽക്കാലം എന്റെ ഷിഫ്റ്റിംഗ് ഞാനൊന്ന് പെൻഡിങ്ങിൽ വെക്കാം. പെൻഡിങ്ങിൽ വെക്കാനോ? അതെന്താ അങ്ങനെ? ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാറുന്നത് ശരിയാവില്ല. എന്റെ പ്രസൻസ് ഇപ്പോൾ മാളുവിന് ആവശ്യമുണ്ട്. അവളും ഡെയ്സി ആന്റിയും അതേക്കുറിച്ച് എന്നോട് സംസാരിക്കുകയും ചെയ്തു. അത് നല്ലതാ അപ്പു. നീ തൽക്കാലം ഇവിടെ തന്നെ ഉള്ളതാ എല്ലാവർക്കും ആശ്വാസം, അല്ലേ VP? ഇതിന്റെ ഇടയിൽ നീ കൂടെ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നീയായിട്ട് തന്നെ ഒരു തീരുമാനം എടുത്തല്ലോ, അത്രയെങ്കിലും ആശ്വാസം. മാളുവിന് ഇങ്ങനൊരു അവസ്ഥ വന്നോണ്ടാ അപ്പു പോണ്ടാന്ന് വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ മനസ്സ് കാണിക്കാൻ നിന്നതല്ലേ. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അപ്പൂനും മാളുവിന്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. കുറെ നേരം ആയല്ലോ. ആരെയാ വിളിച്ചോണ്ടിരിക്കുന്നത്? ഡാഡിയാണോ? ഏയ്, നമ്മുടെ ഒരു സെന്റിമെന്റ്സ് രാജകുമാരൻ ഉണ്ടായിരുന്നല്ലോ, അയാളെ ഒന്ന് വിളിച്ചു നോക്കിയതാ. എന്തായി എന്നിട്ട്? കിട്ടിയോ? ഇല്ലെന്നേ, ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഏതോ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുക പാവം. ഇങ്ങനെയുണ്ട് ഒരു പേടിത്തൊണ്ടൻ. ഡോക്ടർ ജോബിന് ആരുടെ മുന്നിൽ വരാത്തത് പേടികൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അലീന. പിന്നെ ധൈര്യം കൊണ്ടോ? ഒന്നുമല്ല,
അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ടാവും. ചെയ്തത് തെറ്റായിപ്പോയെന്ന തിരിച്ചറിവ് അയാളെ ആരെയും അഭിമുഖീകരിക്കാൻ തോന്നാത്ത വിധം ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരിക്കും. വക്കീൽ ആ പറഞ്ഞത് കാര്യാട്ടോ. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഭയങ്കര ഗിൽറ്റി ഫീലാ. അതിന്ന് നമ്മൾ അവനെ എത്ര പുറത്തു കൊണ്ടുവരാൻ നോക്കിയാലും ഒരു രക്ഷയില്ലെന്നേ. അലീന, ഒരു സുഹൃത്തെന്ന നിലയിൽ ഞാൻ തന്നോട് ഒരു കാര്യം പറഞ്ഞ താനത് മുഖവിലേക്കെടുക്കോ? വക്കീല് വലിയ ഇൻട്രോ ഇടാതെ കാര്യം പറയുന്നേ. ഇതുവരെ ജോബിന്റെ ലൈഫ് വെച്ച് കളിച്ചത് താനെപ്പോഴും പറയുന്നത് പോലെ ഒരു തമാശ കളിയായിട്ട് എടുക്കാം. പലപ്പോഴും ആ തമാശ അതിരുവിട്ട് പോയെങ്കിലും ഇപ്പോഴും ഒക്കെ അവസാനിപ്പിക്കാൻ തനിക്കൊരു സ്പേസ് ഉണ്ട്. എന്നുവെച്ചാ വക്കീൽ ഈ കോടതി ഭാഷ വിട്ടിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറ. ഞാൻ പറയുന്നത് എന്താണെന്ന് അലീനയെ പോലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് മനസ്സിലായില്ലെന്ന് നടിക്കുന്നെങ്കിൽ അലീനയ്ക്ക് അതിലുള്ള താല്പര്യക്കുറവാണെന്ന് എനിക്ക് തോന്നും. വക്കീലെ, ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യമൊക്കെ ബ്രേക്കപ്പ് ആയൊരു റിലേഷൻ തിരിച്ചു കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. പക്ഷേ കൂട്ടത്തില് ജോബിനെ സ്വന്താക്കിയ മാളുവിനോട് ഒരു അസൂയയും. പക്ഷെ ഇപ്പോ ഞാനൊരല്പം സീരിയസാ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മാളുവിനെ പോലൊരു പെണ്ണ് അവൻ ഒരിക്കലും മാച്ച് ആവില്ല. രണ്ടാമത്തെ കാരണം, ഞാൻ അല്പം സെൽഫിഷ് ആണെന്ന് കൂട്ടിക്കോ. എന്താ അത്? ഇഷ്ടപ്പെട്ട ഏതൊരുത്തിനെയും കെട്ടി ലൈഫ് സെറ്റിലാക്കാനുള്ള ലൈസൻസ് ഒക്കെ ഡാഡി എനിക്ക് തന്നിട്ടുണ്ട്. പലരെയും ആ സ്ഥാനത്ത് കാണാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോഴും മനസ്സ് അവസാനം ചെന്ന് നിൽക്കുന്നത് ആ ആദർശ ധീരനില്ല. എത്രയൊക്കെ പറഞ്ഞാലും അവൻ ആള് സിൻസിയറാ. അതുകൊണ്ട് തന്നെ ജോബിനുമായിട്ടൊരു ഫാമിലി ലൈഫിനെ കുറിച്ച് ഞാനും ചിന്തിക്കുന്നുണ്ട്. അത് വേണോ അലീന? ഒന്നും മനസ്സ് വെച്ചാ അലീനയ്ക്ക് ഇതിലും നല്ല റിലേഷൻ കിട്ടില്ലേ? കിട്ടുമായിരിക്കും. പക്ഷേ മനസ്സിപ്പോഴും ആ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം സ്വന്താക്കാനുള്ള ആഗ്രഹത്തില്. എന്തായാലും ഇവിടം വരെ ആയില്ലേ. ഇനിയിപ്പോ മാളുമായിട്ടുള്ള റിലേഷൻ നേരായ രീതിയിൽ മുന്നോട്ട് പോവില്ലെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ ഇപ്പോ ഉള്ള വഴി കുറച്ചും കൂടി ഈസി ആവുമല്ലോ. ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ അതൊരിക്കലും നേരായ ഒരു വഴിയല്ല. അലീന ഒരിക്കലും എത്തേണ്ടടുത്ത് എത്തുകയില്ല. മറ്റുള്ളവരുടെ ജീവിതം അതുകൊണ്ട് ഇരുട്ടിലാവുകയും ചെയ്യും. മുന്നോട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് തിരിഞ്ഞു നടക്കുന്നതാണെന്ന എന്റെ അഭിപ്രായം. പിന്നെയൊക്കെ ഡോക്ടറുടെ ഇഷ്ടം. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട് നിനക്ക്. അത് മുഴുവൻ ചാപ്ലിന്റെ ക്ലാസിക് കോമഡിയാ. ഓ, എന്നെ സന്തോഷിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് അല്ലേ? അതെ, അതിലൊരു തർക്കവും ഇല്ല. അത് കണ്ട് ചിരിച്ച് ചിരിച്ച് നിന്റെ വയറുളുക്കി നീ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോണം. അതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ കണ്ടിട്ടുള്ളത് പോലെ നീ കണ്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പാ. എന്നെ സംബന്ധിച്ച് എത്ര കണ്ടാലും മടുക്കാത്ത 2 കാര്യങ്ങളേ ഉള്ളൂ: ചാപ്ലിനും ടോം ആൻഡ് ജെറിയും. എന്നെ പലപ്പോഴും ഡിപ്രഷനിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള ദൈവപുത്രന്മാരാ അവര്. ഇപ്പോ മെലഡീസിനെക്കാളും നിനക്ക് ഗുണം ചെയ്യുക ഇതൊക്കെ തന്നെയാ. മ്യൂസിക് ആയിട്ട് സെൻഡ് ആവുന്നതിനേക്കാളും നല്ലത് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റുന്നതാ. അത് ശരിയാ. ചിരിക്കാനുള്ള കഴിവ് നഷ്ടമായിട്ടില്ലെന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ, അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞത് വിഷമമായി നിനക്ക്? ഇല്ല, എനിക്ക് മനസ്സിലാവുമാണോ നിന്റെ മനസ്സ്. അതുകൊണ്ട് കഴിവതും ഒന്നിനെ പറ്റി ഓർക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞ. എളുപ്പമല്ലെന്നറിയാം, എങ്കിലും നീ ശ്രമിക്കണം. ഓക്കെ, ഞാനെന്നാ നിന്റെ ചാപ്ലിന്റെ സഹായം തേടി നോക്കട്ടെ. ചിരിച്ചെനിക്ക് എന്തേലും കുഴപ്പം വന്നാ നീയാ ഉത്തരവാദി കേട്ടോ. ഓ, അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം, പോരെ? ഓക്കെ ഡിയർ, സമാധാനത്തോടെ ഉറങ്ങ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരായിരുന്നു ഫോണില്? മാളുവായിരുന്നോ? എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ഇടയ്ക്ക് ഡിപ്രസ്ഡ് ആവുമ്പോ അവള് വിളിക്കാറുണ്ട്. കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഡിപ്രഷൻ മോഡ് സസ്റ്റെയിൻ ചെയ്യും. ഗീത കുറച്ചു മുമ്പ് പറയായിരുന്നു നിന്റെ കേസിലും കുറച്ചു നാൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന്. എനിക്കതൊന്നും ഓർമ്മയില്ല. അതൊരു കണക്കിന് നന്നായെന്ന് തോന്നുന്നു. നീ എടുത്ത ഒരു തീരുമാനം നല്ലതാ പോ. ഇപ്പൊ കുറച്ചു നാള് നീ മാളുവിനോടൊപ്പം ഉള്ളത് തന്നെയാ നല്ലത്. എന്ന് വെച്ച് അതിൽ നീ ശ്രദ്ധിക്കേണ്ട 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നിന്നോടൊന്ന് സൂചിപ്പിക്കാനാ ഞാൻ വന്നത്. നിനക്ക് ഉറക്കം വരുന്നില്ലല്ലോ? ഇല്ല,
ബിബി പറഞ്ഞോ. നിന്റെ പ്രസൻസ് മാളവിന് ആശ്വാസകരമാകുമെന്നുള്ളതുകൊണ്ട് ഇടയ്ക്ക് നീ അവിടെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കംഫർട്ടിൽ മാളു അധികം ഡിപ്പെൻഡന്റ് ആവാതെ നോക്കണം. നമുക്ക് സൗകര്യപ്രദമായ അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു ഏരിയ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് അവിടേക്ക് ചായും. ആ ഒരു കംഫർട്ടബിൾ സോൺ വിട്ട് പുറത്തു പോകാൻ പിന്നെ ചിലപ്പോൾ തോന്നിയില്ലെന്ന് വരും. ഫോർ എക്സാമ്പിൾ, നീ വീണ്ടും മാളുവുമായി പഴയ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വെക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മാളുവിന് വല്ലാത്ത സന്തോഷവും ആശ്വാസമൊക്കെ നൽകുന്നുള്ള കാര്യം ഉറപ്പാ. മാളുവിന് പെട്ടെന്നുള്ളൊരു കംബാക്കിന് അത് സഹായമാവുകയും ചെയ്യും. അതതിൻ്റെ പോസിറ്റീവ് സൈഡ്. പക്ഷേ ഇതിനൊരു ഡാർക്ക് സൈഡിനെ പറ്റി നമ്മൾ ബോധേഡായിരിക്കണം. അപ്പോൾ അത് നിന്നെയും മാളുവിനെയും നിങ്ങളുമായി റിലേറ്റ് ചെയ്യുന്നവരൊക്കെ ഒരുപോലെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്താ വി പി ഉദ്ദേശിക്കുന്ന ഈ ഡാർക്ക് സൈഡ്? ഡെയ്സി ജോബിന്റെ കാര്യത്തിൽ പുറമേ എത്ര അഡമന്റ് ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ മാളുവും അയാളും തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ശരിയല്ലേ? ശരി. സ്വാഭാവികമായി ഒരു അമ്മയെന്ന നിലയിൽ മകനും മരുമകളും തമ്മിലുള്ള ഒരു റീയൂണിയൻ ആയിരിക്കും ഡെയ്സി പ്രതീക്ഷിക്കുന്നു. ഡെയ്സിയെ പോലെ ഒരു നല്ല സ്ത്രീക്ക്, അമ്മയ്ക്ക് അതിലപ്പുറം ഒന്നും ആഗ്രഹിക്കാനും ആവില്ല. ബി പി പറഞ്ഞത് ശരിയാ. പക്ഷേ അതിന് ഡെയ്സിന്റെ മാത്രം മനസ്സ് വെച്ചാൽ പോരല്ലോ. യെസ്, ജോബിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. മാളവും നീയും തമ്മിൽ പഴയ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായൊരു ബോണ്ടിങ് ഇപ്പോഴുണ്ടെന്ന് അയാൾക്ക് തോന്നിയാൽ അത് അയാളെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നുള്ള കാര്യം ഉറപ്പാ. മാത്രമല്ല, നേരത്തെ പറഞ്ഞ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ മാളു സ്വയം ശ്രമിക്കുകയില്ല. ഫലമോ അവർ തമ്മിലൊന്ന് തുറന്ന് സംസാരിക്കാനോ തെറ്റുകുറ്റുകൾ പരസ്പരം ചർച്ച ചെയ്ത് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലെത്താനുള്ള സാധ്യത അടയുകയും ചെയ്യും. അറിഞ്ഞോ അറിയാതെയോ നിന്റെ ഓവർ ഇൻവോൾവ്മെന്റ് ആണ് അതിന് കാരണമെന്ന് ജോബൻ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. വെറുതെ എന്തിനാ അങ്ങനെ ഒരു പഴി കൂടി നീ കേൾക്കുന്നത്? ഞാൻ പറയുന്നത് അപ്പോന് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. ഇനി നിന്റെ പേരിൽ അവരുടെ ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തം. അതുകൊണ്ട് പതുക്കെ പതുക്കെ മാളുമായിട്ടുള്ള അടുപ്പൊന്ന് ലിമിറ്റ് ചെയ്ത് നീ നിന്റെ ലൈഫിലേക്ക് വീണ്ടും ഫോക്കസ് ചെയ്യണം. നീ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഓക്കെ, ഇത്രയും നിന്നോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം. എന്നാ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് മനസ്സിലാവുന്നില്ല വി പി. പെട്ടെന്ന് എന്താ വി പിക്ക് ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാവാൻ? അപ്പു ഇവിടുന്ന് മാറി നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ അതിൽ ഏറ്റവും കൂടുതൽ ടെൻഷനും വിഷമവും വി പിക്കായിരുന്നു. അപ്പുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എത്ര പേരെയാ വി പി എന്ന് കണ്ടത്? മുരളിയെയും നന്ദനെയും. എന്തിന്? മുരളിയുടെ ഓഫീസിലെ സ്റ്റാഫിനെ കണ്ടുപോലും അപ്പുവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് വി പി ആവശ്യപ്പെട്ടില്ലേ? എന്നിട്ട് അപ്പു പോകുന്ന ഉറപ്പായപ്പോ അതേ ചൊല്ലി വി പി എത്ര സങ്കടപ്പെട്ടു എന്ന് എനിക്കറിയാം. ആ ആളാണോ ഇപ്പോ അപ്പു തന്റെ തീരുമാനം മാറ്റിന്നറിഞ്ഞപ്പോ ഇത്രയും ആശങ്കപ്പെടുന്നത്? സത്യത്തിൽ അപ്പു അത് പറഞ്ഞപ്പോ മുതല് എനിക്ക് തോന്നിയ ആശ്വാസം എത്രയാണെന്നറിയോ? അപ്പുവിന്റെ സ്റ്റഡീസിനായാലും ട്രീറ്റ്മെന്റിനായാലും അപ്പു നമ്മളോടൊപ്പം ഉണ്ടാവുന്നതല്ലേ ഏറ്റവും നല്ലത്. അതെ ഗീത, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതിനൊട്ടും അനുകൂലമല്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിന് എന്താ കുഴപ്പം? മാളുവിന്റെ കാര്യമാണോ വി പി ഇത്രയും അലട്ടുന്നത്? അപ്പു കൂടെ ഉണ്ടെങ്കിൽ ജോബിനെ മടക്കി കൊണ്ടുവരാനും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും കുറെ കൂടെ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെയല്ല, ഡെയ്സിയും മാളും അപ്പുവിന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് താനും.
പിന്നെന്താ VPക്ക് പ്രോബ്ലം? ഇനി അപ്പൂടെ നിന്ന് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് VP ഭയപ്പെടുന്നുണ്ടോ? അന്നത്തെ നോട്ടറിയുടെ കാര്യം പോലെ. അത് മാത്രമല്ല ഗീത എന്നെ അലട്ടുന്നത്. ഞാൻ ഇതുവരെ തന്നോട് തുറന്നു പറയാത്തൊരു കാര്യമുണ്ട്. കൊള്ളാം. ഒന്നും അങ്ങോട്ട് തുറന്ന് പറയുകയില്ല, എല്ലാം മനസ്സിലൊതുക്കി ആദ്യം പിടിച്ച് നടക്കുകയും ചെയ്യും. എന്താ VP അലട്ടുന്ന പ്രോബ്ലം? അത് പറ ആദ്യം. ഞാൻ അന്ന് അമലയെ കണ്ട് സംസാരിച്ചിരുന്നില്ലേ, അപ്പവും മാളുമായിട്ടുള്ള റിയൽ ഇഷ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടി. ഉവ്വ്, അതെന്നോട് VP പറഞ്ഞതാണല്ലോ. അതിൽ തന്നെ അറിയിക്കാതിരുന്നൊരു കാര്യമുണ്ട്. ജോബിനെ ആരോപിച്ച പോലുള്ള റിലേഷൻ അപ്പവും മാളും തമ്മിൽ ഇല്ലെന്നുള്ളത് നേര് തന്നെ. പക്ഷെ ഗീത, മാളുവിൻ്റെ കല്യാണത്തിന് മുമ്പ്, ഐ മീൻ അപ്പു ഒരു ആൺകുട്ടിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച സമയത്ത് അപ്പുവിൻ്റെ മനസ്സിൽ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാ? ആ സമയത്ത് അപ്പുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലൈഫ് പാർട്ട്ണർ മാളുവായിരുന്നു. അപ്പൊ അങ്ങനൊരു ഇഷ്ടം അപ്പുവിന് മാളുവിനോട് ഉണ്ടായിരുന്നു എന്നാണോ? അതെ, അതേപ്പറ്റി അപ്പു അമലോട് തുറന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു റിലേഷന് മാളു ഒരിക്കലും തയ്യാറായിരുന്നില്ല. ആ കാര്യം മാളു അപ്പനോട് തുറന്ന് സംസാരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അപ്പുവിൽ നിന്ന് അങ്ങനെ ഒരു ഒഴിഞ്ഞുമാറ്റത്തിന് വേണ്ടിയാവണം ആ സമയത്ത് സൗഹൃദത്തിലായ ജോബിനുമായി മാളു പ്രണയത്തിലായത്. മാളുവിന് ഒരിക്കലും താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയുടെ സ്ഥാനത്തേക്ക് കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് അപ്പുവിനെ അത് ഒരുപാട് വിഷമിപ്പിച്ചത്. ആ വിഷമത്തിൽ നിന്ന് കരകയറാനാണ് ആദരവുമായി അപ്പു അടുക്കുന്നതും തുടർന്ന് പ്രണയത്തിലാവുന്നതും. ഇങ്ങനൊരു ബാക്ക് ഹിസ്റ്ററി അപ്പുവിൻ്റെയും മാളുവിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന് അമലയോട് അപ്പു തുറന്ന് സംസാരിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ ശേഷമാണ് അപ്പു ബാംഗ്ലൂർക്ക് പോവാന്ന് ശാഠ്യം പിടിച്ചപ്പോൾ ഞാൻ പിന്നെ എതിർക്കായിരുന്നത്. ജോബിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം വേറെ ഉറക്കാതിരിക്കില്ലോ എന്ന് കരുതി. പക്ഷെ ഗീത, സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മറിയെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ താനൊന്ന് ആലോചിച്ച് നോക്ക്. ജോബിനെ മനഃപൂർവ്വം ഡേസി മാറ്റി നിർത്തുന്നു. പകരം ഡേസിയും മാളുവും അപ്പുവിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പു മാളുവിനെ പഴയതിനേക്കാൾ കൂടുതൽ കെയർ ചെയ്യുകയും കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നു. രണ്ടുപേർക്കും അവരവരുടെ ഇഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടൊരു സിറ്റുവേഷൻ. സ്വാഭാവികമായും അപ്പുവിൻ്റെ മനസ്സിൽ പണ്ടെങ്ങോ ഉപേക്ഷിച്ച ആ ആഗ്രഹം വീണ്ടും മുളപൊട്ടില്ലെന്ന് ആര് കണ്ടു? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാളു അതിനോടൊരു എസ് പറയില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിക്കില്ല എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷയും വിശ്വാസവുമാണ്. പക്ഷെ ഇത് ജീവിതമല്ലേ ഗീത? എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നതല്ലല്ലോ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? അതുകൊണ്ട് അപ്പുവിനെ എങ്ങനെയെങ്കിലും ഈ ഒരു കുരുക്കിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. എന്ന് വെച്ച് മാളുമായിട്ടുള്ള സൗഹൃദമോ ബന്ധമോ അർത്ഥമുറിച്ച് കളയണമെന്നല്ല നമ്മുടെ അപ്പുവിനോട് ആവശ്യപ്പെടേണ്ടത്. അപ്പു പോലും അറിയാതെ മാളുവുമായി കൃത്യമായൊരു അകലം മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം അപ്പു നേരത്തെ ആഗ്രഹിച്ചതുപോലെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുക. അതിനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. ഇല്ല VP ഭയപ്പെടുന്നത് വെറുതെയാ. അങ്ങനെയൊന്നും ഇപ്പൊ കുട്ടികളുടെ മനസ്സിലുണ്ടാവില്ല. ഇതാ ഞാൻ പറയുന്ന ഉണ്ടെന്നല്ല, അതിനുള്ളൊരു ചാൻസ് ഇപ്പോഴും ഉണ്ടെന്നാണ്. അങ്ങനെ സംഭവിച്ചിട്ട് പ്രതിവിധി തേടുന്നതിനേക്കാൾ നല്ലതല്ലേ സംഭവിക്കാതെ നോക്കുന്നത്? താൻ ഇതേക്കുറിച്ചൊന്ന് അപ്പനോട് ചോദിക്കുകയും ചെയ്യരുത്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പുവിന് സംശയം തോന്നാത്ത വിധം വേണം മെല്ലെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് അപ്പുവിനെ പുറത്തു കൊണ്ടുവരാൻ. ഞാൻ മനസ്സിൽ ചില വഴികൾ കണ്ടിട്ടുണ്ട്.